വിശുദ്ധ ഖുർആനിനെ കുറിച്ച് അൽ മജീദ് എന്ന് പറയുന്നതായിക്കൊണ്ട് വിശുദ്ധ ഖുർആനിൽ കാണാൻ സാധിക്കും. അപ്പോൾ എന്താണത്? ഖാഫ് വൽ ഖുർആനിൽ മജീദ്, ഖുർആനിനെ കുറിച്ച് അൽ മജീദ് എന്ന് അല്ലാഹ് പറഞ്ഞു. മറ്റൊരായത്തിൽ സൂറത്തുൽ ബുറൂജിലൂടെ പറഞ്ഞു ബൽ ഹുവ ഖുർആനുൽ മജീദ് ഫീ ലൗഹിൻ മഹ്ഫൂദ്. അല്ലാഹ് പറയാണ് ഖുർആൻ മജീദാണ്, അത് മജീദാണ്. കാരണം എന്തുകൊണ്ട് ഖുർആനിനെ മജീദ് എന്ന് പറഞ്ഞു? ഖുർആൻ സമ്പൂർണ്ണമാണ്. മറ്റു ഇതര വേദഗ്രന്ഥങ്ങളിൽ നിന്നും മറ്റു ഏത് പുസ്തകങ്ങളിൽ നിന്നും അള്ളാഹുവിൻ്റെ കലാം എന്നത് സമ്പൂർണ്ണമാണ്. അതുകൊണ്ട് തന്നെ അതിനെ അൽ മജീദ് എന്ന് പറഞ്ഞു. ബൽ ഹുവ ഖുർആനുൻ മജീദ്. പക്ഷേ ആ സമ്പൂർണമായ ഖുർആനിനെ നമ്മൾ സ്വീകരിക്കുമ്പോഴും അതിൽ നിന്ന് നേടേണ്ടത് നേടുമ്പോഴാണ് ആ ഖുർആനിനെ നമുക്ക് അനുഗ്രഹമായി ലഭിക്കുക. വിശുദ്ധ ഖുർആനിൽ പറഞ്ഞത് യഹ്ദി ബിഹില്ലാഹ് മനിത്തബഅ റിദ്വാനഹു സുബുലസ്സലാം. ആ ഗ്രന്ഥം നേർമാർഗത്തിൽ നയിക്കുന്ന ഗ്രന്ഥമാണ്. അതിനെ പിൻപറ്റുന്ന ആളുകൾക്ക് മാത്രമേ അത് കിട്ടുള്ളൂ. അതിനെ സ്വീകരിക്കേണ്ട മുറപ്രകാരം സ്വീകരിക്കുകയും പഠിക്കുകയും മനനം ചെയ്യുകയും ചെയ്യുമ്പോൾ മാത്രമേ അതിൻ്റെ ഗുണങ്ങൾ എടുക്കാൻ നമുക്ക് സാധിക്കുകയുള്ളൂ. അപ്പോൾ ഗുണം നിറഞ്ഞ, മേന്മ നിറഞ്ഞ, നന്മകൾ മാത്രമുള്ളതാണ് അൽ മജീദ്. അതിന് യാതൊരു ന്യൂനതയുമില്ല, കുറവുകളില്ല, സമ്പൂർണ്ണമാണ്. അതുകൊണ്ടാണ് ഖുർആനിനെ മജീദ് എന്ന് പറഞ്ഞത്. അതുപോലെ അള്ളാഹു സുബ്ഹാനഹു വതആല അൽ മജീദ് എന്ന് പറയുമ്പോൾ യാതൊരു ന്യൂനതകളില്ലാത്ത, സമ്പൂർണമായ, അതുപോലെ തന്നെ അവൻ്റെ ഔദാര്യം നിറഞ്ഞ, അവൻ്റെ പദവി കൊണ്ട് ഉന്നതിയിലായ, സ്ഥാനം കൊണ്ട് ഉന്നതിയിലായ, ഇങ്ങനെ വ്യത്യസ്തമായ അർത്ഥങ്ങളെ നമുക്ക് കാണാൻ സാധിക്കും.